കാര്യത്തിലെത്തിയാൽ ഉടൻ മുനമ്പം ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള വാഗ്ദാനമാണ് വി.ഡി. സതീശൻ നൽകിയത്. പക്ഷേ ആ വാഗ്ദാനം പാലിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുനമ്പം സമരസമിതി നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. 10 മിനിറ്റ് വാഗ്ദാന ലംഘനത്തിനെതിരെ സർക്കാർ അധികാരമേറ്റതിന്റെ 10ാം ദിനമായ ഇന്ന് വൈകിട്ട് മുനമ്പം സമരസമിതി പന്തം കൊളുത്തി പ്രകടനം നടത്തും. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളൊരു വാഗ്ദാനമായിരുന്നു. പക്ഷേ അധികാരത്തിലേറി 10 ദിവസമാകുന്നു. ഇപ്പോഴും കൈമലർത്തുന്ന ഒരു UDF സർക്കാരിനെ തന്നെയാണ് മുനമ്പം സമരസമിതിക്ക്, മുനമ്പം ജനതയ്ക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുനമ്പം സമരസമിതി. ഏതു രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അലയടിക്കുന്നത്? തീർച്ചയായിട്ടും രോഹിണി, ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ കിടപ്പാടം നഷ്ടപ്പെട്ട വലിയ രീതിയിൽ ഭീഷണി അനുഭവിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് രക്ഷാകരമായി ആരെത്തിയാലും അവരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്, അത്തരത്തിൽ സാന്ത്വനമായിട്ടുള്ള വാക്കുകളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ള ഏക മാർഗം എന്നുള്ളത്. അത്തരത്തിലാണ് സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ മുനമ്പത്ത് വന്ന് പ്രസംഗിച്ചത് 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ഫയലിൽ എഴുതേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി 10 നിമിഷം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് വി.ഡി. സതീശൻ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അധികാരത്തിലേറി ഇപ്പോൾ 10ാം ദിവസം എത്തുന്നതിന് മുമ്പ് ആ മുനമ്പം ജനതയുടെ ഭൂമി വഖഫിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതായത് വലിയൊരു വാഗ്ദാന ലംഘനമുണ്ടായിരുന്നു. അത്തരത്തിൽ വി.ഡി. സതീശൻ വാക്കുകളെ മുനമ്പം ജനത ത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ വാഗ്ദാന ലംഘനമാണ് അവിടെ സംഭവിച്ചത്. ഇത് പൊറുക്കാനാവാത്ത വാഗ്ദാന ലംഘനം എന്നാണ് മുനമ്പം ജനത വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം അവർ ഉയർത്തുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തി വന്നിരുന്ന ഒരു നിരാഹാര സമരം 414ാം ദിവസം, അതായത് നവംബർ 30-ന് ആ സമരം അവർ നടത്തിയിരുന്നു. 2025 സമരം നിർത്തിയിരുന്നു. പക്ഷേ എന്നാൽ മുനമ്പം സമരസമിതി ഇതിൽ വിശ്വാസത്തിലെടുക്കാതെ, അതായത് ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഡീലുകൾ പുറത്താണ് ഇത്തരത്തിൽ സമരം നിർത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഒരു വിഭാഗം ചെയ്തത്. ആ സമരവുമായി മുന്നോട്ട് പോകുന്ന വിഭാഗമാണ് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ പ്രത്യക്ഷത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി. ഇന്ന് വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനമാണ് അവർ നടത്താൻ പോകുന്നത്. 6 മണിക്ക് പുലിമുട്ട് പരിസരത്ത് നിന്ന്, മുനമ്പത്തെ പുലിമുട്ട് പരിസരത്ത് നിന്ന് വേളാങ്കണ്ണി പള്ളി പരിസരത്തേക്കാണ് അവരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ ഉയർത്താൻ പോകുന്നത്. നമുക്കറിയാം, ഒരു വിഭാഗം സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഭൂരിഭാഗം മുനമ്പത്തെ ജനങ്ങൾ അവർ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരത്തിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച്, സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ച് അവർ സമരം തുടരുകയാണ്. നിരാഹാര സമരം അവർ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ അവർ ഇപ്പോൾ നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ ഭൂമിക്ക് കരം അടയ്ക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ വാഗ്ദാനങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തതോടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ജനപ്രതിനിധികളുടെ അത്തരത്തിലുള്ള വാക്കുകളും ാണ് ഒരു വിഭാഗം സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. അപ്പോൾ അവരെ കൂടി വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ആ ഒരു വിഭാഗം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ടുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവർ അതിനുശേഷം, മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഏതെങ്കിലും ഘട്ടത്തിൽ സമരം തുടരണമോ എന്നുള്ള കാര്യത്തിലേക്ക് അടക്കം നീങ്ങുകയുള്ളൂ. പക്ഷേ സമരം തുടരുന്ന ആ വിഭാഗമാണ് ശരി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് മുനമ്പം സാക്ഷ്യം വഹിക്കുക. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.